പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പിക്സൽ LED സ്ട്രിപ്പും RGB സ്ട്രിപ്പും അവ തമ്മിലുള്ള വ്യത്യാസവും അതിനുപയോഗിക്കുന്ന ചെറിയ രണ്ട് കൺട്രോളറുകളുമാണ്. നമ്മൾ ആദ്യമേ കണ്ട ഈ ഒരു സ്ട്രിപ്പാണ് RGB സ്ട്രിപ്പ്. രണ്ടാമത് കാണുന്ന ഈ ഒരു സ്ട്രിപ്പാണ് പിക്സൽ സ്ട്രിപ്പ്. ഇവയ്ക്ക് ഉപയോഗിക്കുന്ന രണ്ട് കൺട്രോളറിൽ ഒന്നാണ് ഈ കാണുന്ന SP621E എന്ന് പറയുന്ന കൺട്രോളർ. അതുപോലെ തന്നെ RGB സ്ട്രിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോളറാണ് SP623E എന്ന ഈ ഒരു കൺട്രോളർ. അങ്ങനെ ഈ രണ്ട് കൺട്രോളറും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും പിക്സൽ LED സ്ട്രിപ്പും RGB സ്ട്രിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് RGB സ്ട്രിപ്പിലേക്ക് കടക്കാം. ഈ RGB സ്ട്രിപ്പ് എന്ന് പറയുന്നത് 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന സ്ട്രിപ്പാണ്. ഇതിനകത്ത് ഈ ഒരു എൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വയർ കാണാനായിട്ട് പറ്റുന്നതാണ്. 4 കണക്ഷനുകളാണ് RGB സ്ട്രിപ്പിനകത്ത് ഉള്ളത്. അതിനകത്ത് ഒരു കണക്ഷൻ കോമണും മറ്റ് 3 കണക്ഷനുകൾ ഓരോ നിറത്തെയുമാണ് സൂചിപ്പിക്കുക. ഉദാഹരണത്തിന് RGB എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലൂ വയർ ബ്ലൂ നിറത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, റെഡ് വയർ റെഡ് കളറിന് വേണ്ടിയിട്ടുള്ളതും, ഗ്രീൻ കളർ കത്താൻ വേണ്ടിയിട്ടുള്ളതും, ഈ കാണുന്ന കറുപ്പ് കളർ കോമൺ ആയിട്ടുള്ളതുമാണ്. അത് 12 വോൾട്ട് DC പ്ലസ് ആണ് ആ കോമണിലേക്ക് നമുക്ക് നൽകാനുള്ളത്. അതിനുശേഷം ഓരോ വയറും നെഗറ്റീവാണ് വരിക. ഇതിനകത്ത് നീല വയർ എടുത്ത് നമ്മൾ നെഗറ്റീവിലേക്ക് സപ്ലൈയുടെ നെഗറ്റീവിൽ ടച്ച് ചെയ്താൽ ഈ ഒരു സ്ട്രിപ്പ് നീല കളറിൽ കത്തും. അതുപോലെ തന്നെ ചുമപ്പും പിന്നെ പച്ചയും കത്തുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഒരു കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്ട്രിപ്പിനെ 7 കളറിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റുന്നതാണ്. അത്തരത്തിൽ സഹായിക്കുന്ന ഒരു കൺട്രോളറാണ് SP623E എന്ന് പറയുന്ന ഈ ഒരു കൺട്രോളർ. ഈ ഒരു കൺട്രോളറിൻ്റെ ഈ ഒരു സൈഡിൽ DC 12 വോൾട്ട് നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ പിന്ന് കാണുന്ന വശം നമ്മുടെ സ്ട്രിപ്പിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രിപ്പ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ കണക്ടർ കാണുന്ന വശം നമുക്ക് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചിട്ട് ആ കൺട്രോളറിലുള്ള പോസിറ്റീവ് ആരോ മാർക്കിലേക്ക് വരുന്ന രീതിയിൽ വേണം ഈ ഒരു RGB സ്ട്രിപ്പ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആ കൺട്രോളർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആരോ മാർക്ക് പോസിറ്റീവിന് നേർക്ക് വരുന്ന രീതിയിൽ എല്ലാ പിന്നുകളും നമ്മുടെ കൺട്രോളറിനകത്തേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് 12 വോൾട്ട് DC സപ്ലൈ നൽകിയിട്ടുണ്ട്. ഇനി ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളിതിനെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ആക്കുമ്പോൾ എൻ്റയർ സ്ട്രിപ്പ് 5 മീറ്ററിൽ ഒരു കളറിലാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ പിങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ ലെങ്ത് പിങ്കിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഗ്രീൻ ആണെങ്കിൽ ഫുൾ ലെങ്ത് ഗ്രീനിലായിരിക്കും വർക്ക് ചെയ്യുക. ഇങ്ങനെ കളറ് റൺ ചെയ്യുന്ന പോലുള്ള ഒരു എഫക്റ്റ് ഈ ഒരു സ്ട്രിപ്പിനകത്ത് നമുക്ക് ലഭിക്കില്ല. ഇങ്ങനെ ബ്രീത്തിങ് എഫക്റ്റ്, കളർ ചേഞ്ചിങ് എഫക്റ്റ്, ഫെയ്ഡിങ് എഫക്റ്റ്, ഫ്ലാഷിങ് എഫക്റ്റ് പോലെയുള്ള 145ഓളം എഫക്റ്റുകളാണ് നമ്മളുടെ ഈ ഒരു കൺട്രോളറിൽ മാറി മാറി വരുന്നത്. ഈ ഒരു സ്ട്രിപ്പിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED അടുത്തടുത്തിട്ടാണ് ഇരിക്കുന്നത്. 120 LED വരുന്ന സ്ട്രിപ്പാണിത്. 1 മീറ്ററിൽ 120 LED ആണ് ഈ ഒരു സ്ട്രിപ്പിൽ വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു RGB സ്ട്രിപ്പ് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് പിക്സൽ സ്ട്രിപ്പിൻ്റെ കാര്യങ്ങൾ അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിക്സൽ സ്ട്രിപ്പാണ്. പിക്സൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന തന്നെ സ്ട്രിപ്പാണ്. ഇതിനൊരു വ്യത്യാസം വരുന്നത് മറ്റേതിൽ നിന്നും ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ 3 വയറാണ് വരിക. 3 വയറെന്ന് പറയുമ്പോഴത്തേക്കും റെഡ് പോസിറ്റീവ്, പിന്നെ ഗ്രീൻ ഡേറ്റയാണ്, പച്ച എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ പാഡിനകത്ത് 3 വയറാണ് കാണാൻ പറ്റുക. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയുള്ളത് LED-ക്ക് ഇടയിലായിട്ടൊരു IC കാണാനായിട്ട് പറ്റും. ഇത് ഡേറ്റ കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ ഈ ഡേറ്റ അനുസരിച്ച് LED സ്ട്രിപ്പ് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള IC ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കൺട്രോളറാണ് SP621 എന്ന് പറയുന്ന കൺട്രോളർ. വേറെയും കൺട്രോളറുകൾ ഉപയോഗിച്ച് ഇതിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ കാണുന്ന കണക്ടർ നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ കണക്ടറുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഈ മറു സൈഡിൽ 12 വോൾട്ട് DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കൺട്രോളർ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇതിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച SP623-നകത്തും മൊബൈൽ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ സ്പീഡൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊന്ന് നോക്കാം.
ഇതിനകത്തേക്ക് സപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു റണ്ണിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ LED ഇങ്ങനെ റൺ ചെയ്തു പോകുന്ന പോലുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. RGB സ്ട്രിപ്പിനകത്ത് മൊത്തത്തിൽ സ്ട്രിപ്പ് കളറ് മാറുകയാണെന്നുണ്ടെങ്കിൽ പിക്സൽ സ്ട്രിപ്പിനകത്ത് റണ്ണിങ് എഫക്റ്റ് കൂടെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഡേറ്റ അനുസരിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾക്ക് ഈ 2 മോഡൽ സ്ട്രിപ്പും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ആവശ്യം മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. LED അടുത്തടുത്ത് വേണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക, RGB സ്ട്രിപ്പ് സെലക്ട് ചെയ്യുക. അതിന് നിങ്ങൾ വാങ്ങേണ്ടുന്ന കൺട്രോളർ SP623 ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റണ്ണിങ് എഫക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടുന്നത് പിക്സൽ സ്ട്രിപ്പാണ്. പിക്സൽ സ്ട്രിപ്പിനകത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ വാങ്ങേണ്ടുന്ന കൺട്രോളർ SP621E ആണ്. അപ്പോൾ ഈ 2 കൺട്രോളറും ബ്ലൂടൂത്തിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഇതിനകത്ത് മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് റണ്ണിങ് എഫക്റ്റോടെ നമുക്ക് കിട്ടും. ഇതിനകത്ത് LED നമുക്ക് കൂടുതലുണ്ട്. ഇതിനകത്ത് LED നമുക്ക് 60 LED 1 മീറ്ററിലുള്ളൂ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. നിങ്ങൾക്കൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പല ടൈപ്പ് പിക്സൽ സ്ട്രിപ്പുകളെ നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ ആ ഒരു വീഡിയോ ഉടനെ തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുണ്ട്ര ആശുപത്രി മുക്കിലുള്ള നമ്മളുടെ ഷോപ്പിൽ വരാവുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. SMBS കൺട്രോളറുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാനാണെങ്കിൽ കുണ്ട്രയിൽ വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ട്രാക്കോണോ സ്പീഡ് ആൻഡ് സേഫോ പോലെയുള്ള കൊറിയറിൽ അയച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിത് എത്തുന്നതായിരിക്കും. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. താങ്ക്